റിപ്പോർട്ട് ബ്രേക്കിംഗ് നൗ. കെഎസ്ആർടിസിയിലെ ബ്രത്ത് അനലൈസർ പരിശോധന നടക്കുന്നില്ല. സർക്കാർ അനൌദ്യോഗികമായി പരിശോധന നിർത്തിയെന്നാണ് വിവരം. ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ ഇതോടെ പാഴാകും. ഊതിക്കൽ നിർത്തിയത് മെഷീന്റെ ഗുണനിലവാരക്കുറവ് മൂലമെന്ന് പ്രതിപക്ഷ സംഘടനകൾ വിമർശിച്ചു. ആഷിൻ ഡിയേഗോ നമുക്കൊപ്പം ചേരുകയാണ് വീണ്ടും. ആഷിൻ ഡിയേഗോ, ഊതുമ്പോൾ ഹോമിയോ മരുന്ന് കഴിച്ചാലും അതിൽ കെഎസ്ആർടിസി ജീവനക്കാർ അടക്കം കുടുങ്ങുന്ന മദ്യപിച്ചുവെന്ന് രേഖപ്പെടുത്തുന്ന സംവിധാനമൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ഒരു ഡിപ്പോയിലും ഊതിക്കലില്ലേ? നിർത്തിയോ? സുജയ, നിലവിലിപ്പോൾ കെഎസ്ആർടിസിയിൽ ഊതിക്കൽ പരിശോധന നടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തിലധികമായി ഈ പരിശോധന നടക്കുന്നില്ല. നമുക്കറിയാം, ഈ ജീവനക്കാർ ജോലിക്ക് കയറുന്നതിന് മുൻപ് തന്നെ കെഎസ്ആർടിസി ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും ഇത്തരത്തിൽ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധന നടത്തിയ ശേഷമായിരുന്നു ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിച്ചിരുന്നത്. ഇത്തരത്തിൽ റീഡിംഗ് കാണിക്കുന്നവരെ മാറ്റി നിർത്തുന്നതും അത് പിന്നീട് വലിയ വിവാദങ്ങളാവുന്നതും നമ്മൾ കണ്ടതാണ്. ഹോമിയോ മരുന്നടക്കം കഴിച്ച് ജോലിക്ക് എത്തുന്നവർ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ലാത്തവർ പോലും ഇത്തരത്തിലുള്ള ഈ പരിശോധനയിൽ മദ്യപിച്ചതായി റീഡിംഗ് കണ്ടെത്തുകയും പിന്നീട് അവരെ അന്നത്തെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും നടപടി എടുക്കുന്നതും പതിവായിരുന്നു. ഇത് ഗുണനിലവാരമില്ലാത്ത മെഷീൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള ആരോപണം ആദ്യം മുതൽ തന്നെ കെഎസ്ആർടിസിയിൽ ഉണ്ടായിരുന്നു. ഈ ആരോപണങ്ങൾ നിലനിൽക്കെയാണ് നിലവിലിപ്പോൾ ഈ പരിശോധന അനൌദ്യോഗികമായി സർക്കാർ അവസാനിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലിപ്പോൾ കേരളത്തിൽ ഒരു ഡിപ്പോയിലും തന്നെ ഇത്തരത്തിലുള്ള ബ്രത്ത് അനലൈസർ പരിശോധനകൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടം മുതൽ തന്നെ ജീവനക്കാർക്ക് ഇത് വലിയ തരത്തിലുള്ള മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കിയിരുന്നു. കാരണം ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ചാണ് സ്റ്റേഷൻ മാസ്റ്റർ അടക്കമുള്ളവർ ഈ ഒരു ബ്രത്ത് അനലൈസർ പരിശോധനകൾ നടത്തിയിരുന്നത്. മാത്രമല്ല സ്ക്വാഡുകൾ തിരിഞ്ഞുള്ള പരിശോധന അത് പിന്നീട് നിർത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിലിപ്പോൾ എന്തായാലും അനൌദ്യോഗികമായി സർക്കാർ ഇത്തരത്തിലുള്ള ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നത് എന്നുള്ളതാണ്. മന്ത്രിയോട് ഈ കാര്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അനൌദ്യോഗികമായി പരിശോധന മുതലാക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ യാത്രക്കാർ അപകടത്തിലാകില്ലേ? സുജി, നിലവിലിപ്പോൾ ഈ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരേ സമയം ആശ്വാസവുമാണ്, പക്ഷെ അതേസമയം തന്നെ ആശങ്കയുമുണ്ട്. ഇപ്പോൾ സുജിയെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. പല ജീവനക്കാർ, അതായത് കെഎസ്ആർടിസിയിൽ ഏറ്റവും അധികം ഉള്ള ജീവനക്കാർ സാധാരണ എല്ലാ ദിവസവും കൃത്യമായി തന്നെ ജോലി എടുക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ചുരുക്കം ചിലർ മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ മദ്യപിച്ച് വാഹനം ഓടിക്കാനുള്ള ടെൻഡൻസി കാണിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഇത് ഒരുപക്ഷെ ആശ്വാസമായിരിക്കും. പക്ഷേ ഈ മറ്റുള്ള ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി വാഹനങ്ങൾ ഈ അപകടങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പതുപോലെ തന്നെ മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വരുമെന്നുള്ളതാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഈ പരിശോധന തുടങ്ങിയ ശേഷം കെഎസ്ആർടിസിയിൽ അപകട നിരക്ക് വലിയ തോതിൽ കുറഞ്ഞു എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട്. നേരത്തെ മേജർ ആക്സിഡൻസ് പ്രതിവർഷം 300 ആയിരുന്നുവെങ്കിൽ അത് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 200-ന് താഴെയാണ് കെഎസ്ആർടിസിയിലെ മേജർ ആക്സിഡൻസ് വരുന്നത്. മാത്രമല്ല മൈനർ ആക്സിഡൻസിന്റെ എണ്ണത്തിൽ പോലും വലിയൊരു കുറവ് സംഭവിച്ചു എന്നുള്ളതും ഈ ഒരു പരിശോധനയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ചുരുക്കത്തിൽ ഒരേ സമയം തന്നെ ഇത് നല്ല കാര്യവുമാണ്, അതുപോലെ തന്നെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും എന്തുകൊണ്ട് കെഎസ്ആർടിസി ഈ പെട്ടെന്ന് ഈ ഒരു പരിശോധന മന്ത്രിയോട് ചോദിക്കാം. നമ്മുടെ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനോട് ഇതിൽ എന്താണ് ഇപ്പോൾ നിർത്തിയത്? ഇനി ഊതിക്കലില്ലേ? മറ്റെന്തെങ്കിലും മാർഗമാണോ കൊണ്ടുവരുന്നത് എന്നതുകൂടി നമുക്ക് ചോദിച്ചറിയാം. താങ്ക് യു. ആഷിൻ ഡിയേഗോ ആണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ